നമുക്കിന്നൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ദാൽ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഹോസ്റ്റലിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കർണാടകയിൽ ഇത് തന്നെ ആയിരുന്നു കേട്ടോ. അന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇന്ന് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. എനിക്കും എൻ്റെ ആങ്ങളയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു ബൗൾ തോരപ്പരിപ്പ് കഴുകിയിടുന്നുണ്ട്, ഒരു സവോള സ്ക്വയറായിട്ട് അരിഞ്ഞതും, ഒരു 4 പച്ചമുളകും, ഒരു വലിയ തക്കാളിയും, ഉപ്പും മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു 1.5 കപ്പ് വെള്ളം, ആവശ്യത്തിന് വെള്ളം കേട്ടോ. ഞാൻ 1.5 കപ്പാണ് ഒഴിച്ചേക്കുന്നത്. എല്ലാം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് കുക്കറിൽ വിസിലടുപ്പിച്ചെടുക്കാം. ഒരു 4 വിസിലടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്ത് നമുക്ക് കുക്കിംഗ് ഓയിൽ ഒഴിക്കാം കേട്ടോ. അതിനകത്തോട്ട് കുറച്ച് കടുക്, കൂടെ ഇച്ചിരി അധികം ജീരകം കേട്ടോ. കടുകിനെക്കാട്ടിയും കുറച്ചധികം ജീരകം ഇടണം. പിന്നെ ഇഞ്ചി ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. മൂത്ത് വരുമ്പോഴത്തേനും നമുക്കൊരു 2-3 വറ്റൽമുളകും കൂടി ഇടാം കേട്ടോ, നമ്മുടെ എരിവിനനുസരിച്ചും പിന്നെ ഒരു മണവും ഗുണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇതും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ ഉടച്ചു മാറ്റി വെച്ചേക്കുന്ന ദാലില്ലേ, അതായത് പരിപ്പ്, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് എനിക്ക് മഞ്ഞൾപ്പൊടി കുറവാണെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഈ മഞ്ഞൾപ്പൊടി കരിയുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഈ ദാലിനകത്തോട്ട് ഒഴിക്കാം കേട്ടോ. അതായത് ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് കുറുകിയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. ഈ ദാൽ തണുക്കുന്നതിനനുസരിച്ചിട്ട് കുറുകിക്കൊണ്ടേയിരിക്കും, അപ്പം പോലെ ഇരിക്കും അവസാനം. അപ്പോൾ കുറച്ച് ലൂസായിട്ടിരുന്നാലും കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളും. ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിക്കോണം. ഞാൻ ആദ്യം ഉപ്പിട്ടുകൊണ്ട് കുഴപ്പമില്ല. പ്രധാനമായിട്ട് ടേസ്റ്റ് കൊടുക്കുന്ന മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിലധികം ഇട്ടോളൂ. അപ്പോൾ ദാൽ കറി റെഡി.